ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്രഷ്നെസ്സും നല്ലതാണെങ്കിൽ മൊത്തം ദിവസം നല്ല കൂളായിട്ടിരിക്കും കേട്ടോ നമ്മളപ്പോൾ അതനുസരിച്ചുള്ള ഡ്രിങ്കാണ്. അപ്പം നിങ്ങളാണെങ്കിൽ ഇപ്പം കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ തണുപ്പ് സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ എഡിബിൾ ഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലഡു ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ആണെങ്കിൽ വറുത്ത് പൊടിച്ച് അതിന് ശേഷം നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചൂടത്ത് കഴിക്കുന്ന എഡിബിൾ ഗമ്മായത്. അപ്പോൾ ഇതിനെ പറയും ഗോൻ കത്തീര എന്ന് പറയും ഇതിനെ. അപ്പോൾ ഇത് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ നല്ല ഇത് പർച്ചേസ് ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതാണെങ്കിൽ വറുത്ത് കോരിയൊന്നും അല്ല എടുക്കേണ്ടത്, ഇത് നമുക്ക് കുതിർത്തിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. കുതിർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മൾ ഐസ് ഒക്കെ ഇരിക്കത്തില്ലേ, നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ അതുപോലെ ഇരിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ, ഒത്തിരി ആവും. ഇത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 4 മണിക്കൂറത്തേക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ ആണെങ്കിൽ ഓവർനൈറ്റിന് വേണ്ടിയാണെങ്കിൽ സോക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിത് യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടോ നല്ലതായിട്ട് ഐസൊക്കെ പൊടിച്ചിങ്ങനെ മഞ്ഞ് വീണിരിക്കുന്ന കൂട്ടിങ്ങനെ ഇരിക്കുന്നത് കണ്ടോ, ഇതുപോലെ ആയി കിട്ടും. ഇനി നമുക്കിത് യൂസ് ചെയ്യാനെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഡ്രിങ്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നല്ല തണുത്ത് നമ്മുടെ ശരീരമൊക്കെ നല്ല കൂളായിട്ടിരിക്കും. ക്ഷീണമോ തളർച്ചയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും അധികം സബ്ജ സീഡ്സ് നമുക്കാണെങ്കിൽ എപ്പോഴും സോക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. അരമണിക്കൂറത്തേക്ക് സോക്ക് ചെയ്ത് വെക്കണേ, അതിന് ശേഷം നമ്മളിത് ഉപയോഗിക്കാൻ എടുക്കാവുള്ളൂ. പിന്നെ അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഗുൺ കത്തീര നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്നില്ലേ, അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂൺ നമുക്കാണെങ്കിൽ പൊടിച്ച് പഞ്ചസാരപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് നോർമൽ പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ മിക്സായി വരാൻ സമയം പിടിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ അതുപോലെ പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് നമുക്കാണെങ്കിൽ ഒരു നുള്ളാണെങ്കിൽ ബ്ലാക്ക് സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിനകത്താണെങ്കിൽ 2 ഐസ് ക്യൂബും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിനകത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായി മിക്സായി വരുന്നവരെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്രിങ്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട്, റിഫ്രഷിങ് ഡ്രിങ്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതുവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടും ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാം. അത് ഫുള്ളായിട്ട് നമ്മൾ കൂളായിട്ട് ഇങ്ങനെ തണുത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. മൊത്തം ആഡ് ചെയ്യുന്നത് സബ്ജ സീഡ്സും തണുപ്പാണ്. പിന്നെ നമ്മുടെ ഗോൻ കത്തീര അതും തണുപ്പ് തന്നെയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഗോൻ കത്തീര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റൂഅബ്സ നല്ല തണുപ്പാണ് കേട്ടോ, നല്ല കൂളായിട്ടിരിക്കാൻ വേണ്ടി തണുത്ത സാധനമാണ് കേട്ടോ റൂഅബ്സ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നമുക്ക് എത്ര സ്വീറ്റ്നെസ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്താണെങ്കിൽ ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. എത്ര സിമ്പിളാണ് അല്ലേ. ഇത് നമുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ദിവസത്തിൽ 1-2 വട്ടം നമ്മളത് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ശരീരത്തിൽ ക്ഷീണമോ ഈ ചൂടിൻ്റെ ഒന്നും എഫക്റ്റ് നമുക്കുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ഡ്രിങ്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.